നീരാളിയോ? അല്ല ചങ്ങായി, എന്ത് പണിയാ ചെയ്തേ? നമ്മളേ ഒരു പെണ്ണ് അടിക്കാൻ കൊണ്ട് നിങ്ങൾ മൊടന്തി നടക്കുന്നത്. ഞാനായ കുറവായി പോയില്ലേ? പ്രശ്നമായിട്ടെന്താ? നിങ്ങളൊരു നമ്മള് കാണുമ്പോ കാണുന്നൊരു പ്രശ്നമല്ലല്ലോ. പിന്നെ പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ മൊടന്തി നടത്തിയത് അതെന്ത് പരിപാടിയാ ചെയ്ത്? ഞാൻ പറഞ്ഞു റെഡിയായി. അത് പ്രശ്നം നമുക്ക് നാളെ പോകാൻ എന്തായാലും. അതങ്ങനെ നടക്കാൻ അതിലൊരു കഥ ഉണ്ടടാ. അതെന്ത് കഥയാ? ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ നടക്കേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. അതാ സംഭവം. എനിക്ക് ഒട്ടൊന്നും മനസ്സിലായില്ല. അല്ലടോ, നമുക്ക് ഒരു കല്യാണം ഒന്നും കഴിക്കണ്ടേ? നമുക്ക് വയസ്സ് എത്രയായി? നാളെ പോകുന്നുണ്ട് പെണ്ണാണേ. അതേടിയാ? നിങ്ങളറിയോ മോളെ മാധവട്ടന്റെ മോളാ? ആ മോശമല്ലട്ടോ, നല്ലൊരു കുട്ടിയാ. എനിക്ക് പറ്റിയ കുട്ടിയാ. പ്രായത്തിനും അങ്ങനെ തന്നെയാ. നാളെ പോകുന്നുണ്ട് അല്ലേ? ചായ ഒന്നുമില്ലേ? ചായ വാങ്ങിത്തരാൻ പൈസ ഒന്നും ഇല്ലടോ. എന്താക്കാനാ? ഗൂഗിൾ പേ ഉണ്ടോന്ന് ചോദിക്കട്ടെ. ഗൂഗിൾ പേ ഉണ്ടോ കുട്ടാ? ഇവിടെ ചെലവാലേ മോളെ കുറെ കൊണ്ടുവച്ചിട്ടാ. പോക്കിരി കൃഷ്ണനല്ലേ ആ വരുന്നത്? പണ്ടാരങ്ങ ഞാൻ കുറെ പൈസയും കൊടുക്കാണ്ട് ചങ്ങായിന്റെ കണ്ണിന് മുമ്പ് എന്റെ കയ്യും കാലം തച്ചു മുറിച്ചു. ഞാൻ തൽക്കാലം ഒരു കാര്യം ചെയ്യട്ടെ. ഞാൻ എന്തെങ്കിലും തരികട ഒപ്പിച്ച് പറഞ്ഞാൽ രക്ഷപ്പെടും. നിങ്ങൾ എന്തെങ്കിലും കള്ളത്തരം പറയാം. ഞാൻ കള്ളത്തരം പറയാനോ? നിങ്ങളോ? നിങ്ങളായാലും ഡിഗ്രി എടുത്ത ആളല്ല. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു ഞാൻ രക്ഷപ്പെടുത്തിക്കളി. ഞാൻ തൽക്കാലം പറഞ്ഞ് കഴിച്ചിലാട്ടെ. അല്ല, നമ്മളെ നീരാളിയല്ലേ പോയത്? നീരാളിക്ക് എന്താ മൊടന്തങ്ങാനുണ്ടോ? നീരാളി ഒന്നല്ലോ. കണ്ടപ്പം തോന്നിയാ നീരാളിയാന്നുള്ളത്. നീരാളി ഒന്നല്ല. എനിക്ക് കുറച്ച് പൈസ തരാണ്ടേ? ഓനല്ലേ? ഓനല്ല. എനിക്ക് കണ്ടപ്പോ തോന്നിയതായിരിക്കുന്നാല്. ഈ നീരാളി ശശി ഉണ്ടല്ലോ, അയാൾ നല്ലവനാണ്. എനിക്കറിയാവുന്ന ആളാണ്. കുറച്ച് തരികടയൊക്കെ ഉണ്ട് അയാളുടെ അടുത്ത്, എന്നാലും മോശമൊന്നുമില്ല. എന്റെ മോക്കാണെങ്കിൽ പ്രായം കൂടിയല്ലോ. അപ്പൊ അവളെ ഒന്ന് കെട്ടിച്ചു കൊടുക്കാൻ ഒരാളെ കിട്ടുകയാണെങ്കിൽ അതൊരു മഹാഭാഗ്യല്ലേ? പണ്ടാരടങ്ങാൻ ലോകത്ത് എത്ര അമ്പലമുണ്ട്. ഇവന്മാർക്ക് ഇവിടെ മാത്രമേ വരാൻ കണ്ടു. വേറെ ഏത് അമ്പലത്തിൽ പോയാൽ പോരെ? ഇപ്പോ ഞൊണ്ടി നടന്നാല് പെണ്ണ് പോവും, നേരെ നടന്നാൽ ഇവൻ തച്ച് കയ്യും കാലും മുറിക്കും. എന്തായാലും പെണ്ണിനേക്കാളും വലുതാണല്ലോ ജീവൻ. ആദ്യം ജീവൻ രക്ഷിക്കാൻ നോക്കുക, എന്നിട്ട് ബാക്കി. നമസ്കാരം. വരി വരി, കൊറേ സമയമായിട്ട് കാത്തിരിക്കുന്നു. മോൻ തിന്നോട്, തിന്നോളി, കഴിച്ചോളൂ കഴിച്ചോളൂ. മോളെ അപ്പൊ ഈ നീരാളി എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താ? നേരത്തെ എനിക്ക് അറിയാം നീരാളിനെ പറ്റി, എല്ലാ കാര്യങ്ങളും ഒക്കെ അറിയാം. എന്നാലും ശരി, നാട്ടുകാരെടുത്ത പേരാണ്. കുട്ടീനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട്. എന്നാ എന്തെങ്കിലും സംസാരിക്കണ്ടെങ്കിൽ സംസാരിക്കാം. അപ്പൊ നാട്ടുകാരപ്പല്ലേ? മോളെ അഭിപ്രായം കൂടെ ഒന്ന് അറിയണ്ടേ? മോളെ എന്താ പേര്? എന്റെ പേര് തെന്നൽ. തുന്നലോ? ഞാൻ ജോലിയല്ലേ ചോദിച്ചേ, പേരെന്താ? പേരാ പറഞ്ഞത് തെന്നലിന്. തെന്നല്? തെന്നിപ്പോകോ? എത്ര വരെ പഠിച്ചത്? ഡിഗ്രി. ഞാനും ഡിഗ്രിക്ക് ചേരാനൊക്കെ പോയിനു. എന്താ സ്കൂൾ പഠിക്കാത്തവരെ ഡിഗ്രിക്ക് ചേർത്തൂലെന്ന് പറഞ്ഞു. ഒരു ഗവൺമെന്റിന്റെ ഓരോ നിയമങ്ങളെ, അതുകൊണ്ട് ഞാൻ പോയില്ല. വെറുതെ ഈ നിയമത്തോട് തന്നെ. എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ. നല്ലൊരു മനുഷ്യനാട്ടോ, എന്നെ പൊന്നു പോലെ നോക്കും. പിന്നെ ഓ എന്നാ ശരി, ഓക്കെ.
സ്വർണം തന്നെ തോന്നുന്നു. എന്തായാലും ഒക്കെ വിറ്റിയാ ശരിയാക്കും. എന്ത് കടല്ലെങ്കിലൊക്കെ ഞാൻ കൈമലാക്കും. ഞാൻ ശരിയായി തരാം.